ഇന്നത്തെ വീഡിയോയിൽ പിന്നെ 19ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നെല്ലാമാണ് പറയുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ഏഴിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം അതിനോട് സാമ്യമുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്, ബട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനായിട്ട് ചെറിയൊരു സംഖ്യ എടുത്തു, 209 എടുത്ത് അതിൻ്റെ അവസാനത്തെ സംഖ്യ എടുക്കുക. ഈ കേസിൽ ഏതാണ് അവസാനത്തെ സംഖ്യ? 9ആണ്. അതായത് അവസാനത്തെ ഒന്നിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എടുത്തു, അതിനെ 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഇവിടെ 9 ആയതുകൊണ്ട് അതിനെ 2 ഗുണിച്ചു 18 ഇട്ടു. എന്നിട്ട് റിമൈനിങ് ഉള്ള സംഖ്യ അല്ലേ, ഇപ്പോൾ 20ആണ് ഇവിടെ റിമൈനിങ് ആണത്. വലിയ സംഖ്യ ആണെങ്കിൽ വലിയ സംഖ്യ എടുക്കേണ്ടത്. ഓക്കെ, ആ സംഖ്യനോട് കൂടി ഈ കിട്ടിയ സംഖ്യ ആഡ് ചെയ്യുക. 20നോട് കൂടി 18 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 38 കിട്ടും. അപ്പോൾ ഈ കേസിൽ 19 × 2 ആണ് 38. അതെന്താണ്? കിട്ടിയ സംഖ്യ 38ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു വലിയ സംഖ്യ നിങ്ങൾ എടുത്തെങ്കിൽ പിന്നെ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക, ചെറിയ സംഖ്യ ആവുള്ളൂ. ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന 2 അക്ക സംഖ്യേൻ്റെ അവിടേക്ക് എത്തോളം എന്താക്കുക, ഇത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയ സംഖ്യ എടുത്ത് ചെയ്ത് നോക്കുക. ഞാൻ ചെറിയ സംഖ്യ എടുത്തത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനാണ്.